ഇന്നൊരു വീട്ടിൽ ഭാര്യയും ഭർത്താവും ജോലി ചെയ്ത് രണ്ട് ഇൻകം ഉണ്ടായിട്ട് പോലും അധികം ആളുകളും ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നു. പണ്ട് കാലത്ത് ഒരാൾ മാത്രം ജോലിക്ക് പോയിരുന്നപ്പോൾ കാര്യങ്ങൾ ഇതിനേക്കാളും ഈസി ആയിരുന്നു. ഇപ്പൊ മിക്കപ്പോഴും കേട്ടുവരുന്ന ഒരു പരാതിയാണിത്. ഇത് സത്യമാണോ? രണ്ട് വരുമാനം എന്നത് ഒരു ട്രാപ്പാണോ? നമുക്കറിയാം, ഇന്നിപ്പോൾ ഒരുവിധം വീടുകളിലെല്ലാം തന്നെ ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്ന രീതിയാണുള്ളത്. എന്നാൽ 90കളിൽ വരെ അത് അത്ര കോമൺ അല്ലായിരുന്നു. ട്രഡീഷണൽ വൈഫ് സെറ്റപ്പ് ആയിരുന്നു കൂടുതൽ. അതായത് ഭാര്യ വീട്ടിലെ ജോലികൾ ചെയ്യുന്നു, ഭർത്താവ് പുറത്തുപോയി ജോലി ചെയ്ത് വരുമാനം നേടുന്നു. അന്ന് ഒരാളുടെ വരുമാനം കൊണ്ട് കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതെ നടന്നു പോയിരുന്നു. എന്നാൽ ഇന്ന് രണ്ട് വരുമാനം ഉണ്ടായിട്ടും സ്ട്രഗിൾ ചെയ്യുന്നു. ഈ പറഞ്ഞതിൽ കാര്യമില്ലാതില്ല. ഇന്ന് 2026ലേക്ക് എത്തുമ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും ജോലിയില്ലാത്ത വീടുകൾ നമ്മുടെ ഇടയിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. കല്യാണ അന്വേഷണങ്ങളിൽ പോലും രണ്ടുപേർക്കും ജോലിയില്ലെങ്കിൽ എങ്ങനെ ജീവിക്കാനാണ് എന്ന വാചകം ഒരു പ്രധാന ഘടകമായി മാറിയിരിക്കുന്നു. രണ്ടുപേർക്കും ജോലിയുണ്ടെങ്കിൽ മാത്രം ജീവിച്ചു പോകാവുന്ന ഒരു സാമ്പത്തിക അവസ്ഥയിലേക്ക് നമ്മുടെ കേരളം മാറിക്കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. നമ്മൾ ഗൗരവമായി ആലോചിക്കേണ്ട കാര്യം 1990കളിൽ എങ്ങനെയായിരുന്നു ഇവിടുത്തെ കുടുംബങ്ങൾ ഒരു വരുമാനം കൊണ്ട് മാത്രം ജീവിച്ചിരുന്നത് എന്നാണ്. അന്ന് അവർക്ക് ആവശ്യമായ ആരോഗ്യം, പാർപ്പിടം, വസ്ത്രം, ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ ലഭിച്ചിരുന്നു എന്ന് മാത്രമല്ല, ഭാവിയിലേക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ മിച്ചം പിടിക്കാനും അന്നത്തെ തലമുറയ്ക്ക് സാധിച്ചിരുന്നു. എന്നാൽ ഇന്ന് രണ്ട് വരുമാനം ഉണ്ടായിട്ടും നമ്മുടെ മാതാപിതാക്കൾ ചെയ്തതുപോലെ അത്ര എഫിഷ്യന്റ് ആയി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നില്ല. ഇതിനെയാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞർ ടു ഇൻകം ട്രാപ്പ് എന്ന് വിളിക്കുന്നത്. വരുമാനം ഇരട്ടിയായെങ്കിലും അതോടൊപ്പം തന്നെ ജീവിത ചെലവുകളും കടബാധ്യതകളും വർദ്ധിക്കുകയും ഒരാളുടെ വരുമാനം നിലച്ചാൽ പോലും വീട് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാവുകയും ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് നാം എത്തിപ്പെട്ടിരിക്കുന്നത്. ഒരൊറ്റ വരുമാനത്തിൽ എല്ലാം കൃത്യമായി നടന്ന ഒരു കാലത്ത് നിന്ന് രണ്ട് വരുമാനം ഉണ്ടായിട്ടും ഒന്നിനും തികയാത്ത ഒരു കാലത്തേക്കുള്ള ഈ മാറ്റം നമ്മുടെ കുടുംബങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിലെ ലോ പ്രൊഫസറായ എലിസബത്ത് വാരനും മകൾ ടൈഗി വാരൻ ടയാഗിയും ചേർന്ന് 2003 പുറത്തിറക്കിയ ദ ടു ഇൻകം ട്രാപ്പ് എന്ന പുസ്തകത്തിലൂടെയാണ് ഈ സാമ്പത്തിക സിദ്ധാന്തം ലോക ശ്രദ്ധ നേടുന്നത്. അമേരിക്കയിലെ മിഡിൽ ക്ലാസ് കുടുംബങ്ങൾ എന്തുകൊണ്ടാണ് മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ കടക്കണിയിലേക്കും പാപ്പരത്വത്തിലേക്കും നീങ്ങുന്നത് എന്നതിനെ കുറിച്ച് നടത്തിയ ദീർഘമായ പഠനത്തിനൊടുവിലാണ് അവർ ഈ നിഗമനത്തിൽ എത്തിച്ചേർന്നത്. പണ്ട് ഒരാളുടെ വരുമാനത്തിൽ കഴിഞ്ഞിരുന്ന കുടുംബങ്ങളെക്കാൾ സാമ്പത്തികമായി അപകടകരമായ അവസ്ഥയിലാണ് രണ്ട് വരുമാനമുള്ള ഇന്നത്തെ കുടുംബങ്ങൾ എന്നാണ് ഈ തിയറി പ്രധാനമായി നിരീക്ഷിക്കുന്നത്. കുടുംബ വരുമാനം വർദ്ധിക്കുമ്പോൾ അത് സമ്പാദ്യമായി മാറുന്നതിന് പകരം ചെലവുകളിലേക്ക് വഴിമാറുന്നു എന്നതാണ് ഇതിലെ പ്രധാന കണ്ടെത്തൽ. കേരളത്തിലെ വീടുകളെയും നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളെയും വെച്ച് ഇത് ശരിയാണോ എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഈ പ്രശ്നത്തിന്റെ പ്രധാന കാരണം നിങ്ങൾ കരുതുന്നത് പോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് തന്നെയാണ്. ഉദാഹരണത്തിന്, പണ്ട് TV, ഫോൺ, വാഹനം ഇതൊക്കെ ഒരു ലക്ഷറി ആയിരുന്നു. ഒരു ഗ്രാമത്തിൽ 2 or 3 കൂടി വന്നാൽ 5 or 6 വീടുകളിൽ മാത്രം കണ്ടിരുന്നവ. എന്നാൽ ഇന്നത് ഒരു ബേസിക് മിഡിൽ ക്ലാസ് ലൈഫിന്റെ ഭാഗമാണ്. വൈഫൈ, കാറ്, പുറത്തുനിന്നുള്ള ഭക്ഷണം, നല്ല വസ്ത്രം, അടിപൊളി വീട് ഇതൊക്കെ ഇന്ന് ലക്ഷറി അല്ല, പണ്ടായിരുന്നു. അപ്പൊ ഒരു പ്രധാന വ്യത്യാസം, പണ്ടത്തെ ലക്ഷറി ലൈഫാണ് ഇന്ന് ഒരുവിധം സാധാരണക്കാരെല്ലാം നയിക്കുന്നത് എന്നതാണ്. സ്വാഭാവികമായും ടു ഇൻകം കൂടിയേ തീരൂ എന്ന അവസ്ഥ ഇതുകൊണ്ടുകൂടിയാണ്. വേറൊന്ന്, ഇന്ന് ജോയിന്റ് ഫാമിലി എന്നൊരു കോൺസെപ്റ്റ് ഇല്ലാതാവുകയാണ്. എത്രയും പെട്ടെന്ന് ന്യൂക്ലിയർ ഫാമിലികളിലേക്ക് ഷിഫ്റ്റ് ആവുകയാണ്. പുതിയ വീട്, ഫുഡ്, ഹെൽത്ത് എക്സ്പെൻസ്, അങ്ങനെ ഒരു ഫാമിലിയുടെ എല്ലാ ചെലവും ചെറിയ പ്രായത്തിലെ ഭാര്യ, ഭർത്താവ് എന്നിവരിലേക്ക് എത്തുന്നു. അപ്പൊ സ്വാഭാവികമായും ഒരു ഇൻകം പോരാതെ വരുന്നു. വീടിന്റെ EMI അടയ്ക്കാൻ, കാർ ലോൺ അടയ്ക്കാൻ ഭാര്യയും ഭർത്താവും ജോലിക്ക് പോയേ മതിയാകും. അപ്പൊ കുട്ടികളെ ആര് നോക്കും? അങ്ങനെ വരുമ്പോൾ ഡേ കെയർ എക്സ്പെൻസ് കൂടെ നോക്കേണ്ടി വരും. ചെലവ് വീണ്ടും കൂടും. അതിന്റെ റിസൾട്ടോ രണ്ട് ഇൻകം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന അവസ്ഥ വരും. ഇനി അടുത്ത പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം പറയാം. വീട്ടിൽ രണ്ടുപേരും ജോലിക്ക് പോകുമ്പോൾ സ്വാഭാവികമായും ജീവിത നിലവാരം ഉയരും. പക്ഷെ അതേ രീതിയിൽ തന്നെ നമ്മുടെ ചെലവുകളും കൂടുന്നുണ്ട്. രണ്ടുപേർക്കും വരുമാനമുണ്ടെങ്കിലും പല കുടുംബങ്ങളും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകാൻ ഒരു ഹോസ്പിറ്റൽ കേസ് മതി. 10,000ങ്ങളുടെ കേസല്ല, 5 or 10 ലക്ഷമൊക്കെ വരുന്ന മെഡിക്കൽ ബില്ല്. പലർക്കും ജോലി സ്ഥലത്തെ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ഉണ്ടാകും. പക്ഷെ അതിന്റെ കവറേജ് കുറവായിരിക്കും. അതുകൂടാതെ നമുക്ക് ജോലിയിൽ മാറ്റം വന്നാൽ അതിന്റെ കവറേജും ആനുകൂല്യങ്ങളും നഷ്ടപ്പെടും. അതുകൊണ്ട് കുടുംബത്തിന് വേണ്ടി പേഴ്സണലായി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എന്തായാലും ആവശ്യമാണ്. അതിന്റെ കൂടെ അത്രയും പ്രാധാന്യമുള്ളതാണ് ഒരു ലൈഫ് ഇൻഷുറൻസും. അതും അത്യാവശ്യം കവറേജ് ഉള്ള, അതായത് സമ്പാദിക്കുന്ന വ്യക്തിക്ക് മരണം സംഭവിച്ചാലും കുടുംബത്തിന് ഇനി ഒരു 15 മുതൽ 20 വർഷത്തേക്കെങ്കിലും മുമ്പ് ജീവിച്ച പോലെ ജീവിക്കാൻ ആവശ്യമായ കവറേജ് ഉള്ള പോളിസികളാണ് എടുക്കേണ്ടത്. അതിന് കുറഞ്ഞ ചെലവിൽ ടേം ഇൻഷുറൻസുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത്തരം ഹെൽത്ത് ആൻഡ് ടേം ഇൻഷുറൻസുകൾ എടുക്കാത്തവരുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. അവിടെ മാസം 400 to 500 രൂപയ്ക്കൊക്കെ പ്ലാനുകൾ സ്റ്റാർട്ട് ആകുന്നുണ്ട്. ടേം ഇൻഷുറൻസിന് 2 കോടിയും ഹെൽത്ത് ഇൻഷുറൻസിന് 1 കോടി വരെയൊക്കെ കവറേജ് കിട്ടും. നിങ്ങൾക്ക് ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളെ ഒറ്റ സ്ക്രീനിൽ കമ്പയർ ചെയ്ത് ഇഷ്ടമുള്ള കമ്പനിയുടെ പ്ലാൻ എടുക്കാം. കൂടാതെ ഇപ്പോൾ ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ 15% വരെ ഡിസ്കൗണ്ടും കിട്ടുന്നുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസിനാണെങ്കിൽ 25% വരെ ഡിസ്കൗണ്ടും ഉണ്ട്. നിങ്ങളിൽ ആരെങ്കിലും എടുക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലുമുള്ള ലിങ്കിൽ പോയി എടുത്തു വെക്കുക. അത്രയും പ്രധാനപ്പെട്ടതാണ്. അല്ലെങ്കിൽ ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. എന്നാൽ ഈ വീഡിയോയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഇനി അടുത്ത പോയിന്റ് വീട്ടിലെ സ്ത്രീകളുടെ കാര്യമാണ്. മുൻപ് വീട്ടിലെ പല ജോലികളും സ്ത്രീകൾ ശമ്പളമില്ലാതെ ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് കുട്ടികളെ നോക്കൽ, കുക്കിംഗ്, ക്ലീനിങ്, പ്രായമായവരെ നോക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പൈസ ചെലവില്ലാതെ നടന്നിരുന്നു. എന്നാൽ സ്ത്രീകൾ ജോലിക്ക് പോകുമ്പോൾ ഇതെല്ലാം പലപ്പോഴും ഔട്ട്സോഴ്സ് ചെയ്യേണ്ടി വരുന്നു. 1990കളിലെ കേരളീയ കുടുംബ സാഹചര്യങ്ങളെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ അന്നത്തെ സിംഗിൾ ഇൻകം കുടുംബങ്ങളുടെ വിജയരഹസ്യം കേവലം പുരുഷന്റെ ശമ്പളം മാത്രമല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ശമ്പളമായി ലഭിക്കുന്ന പണത്തേക്കാൾ മൂല്യമുള്ള സേവനം
സേവനങ്ങൾ ആ വീട്ടിലെ സ്ത്രീകൾ സൗജന്യമായി നൽകിയിരുന്നു എന്നതാണ് സത്യം. ഇതിനെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ കണ്ണിലൂടെ നോക്കിയാൽ ഡൊമസ്റ്റിക് എഞ്ചിനീയറിംഗ് എന്ന് വിളിക്കാം. ഒരു വരുമാനത്തിൽ 5-6 അംഗങ്ങളുള്ള കുടുംബങ്ങൾ സുഗമമായി മുന്നോട്ട് പോയിരുന്നത് വീട്ടമ്മമാർ പണം ലാഭിക്കുന്നതിനുള്ള വിദ്യകൾ പ്രയോഗിച്ചിരുന്നതിനാൽ കൂടി ആയിരുന്നു. കേരളത്തിലെ അക്കാലത്തെ വീടുകളിൽ കണ്ടിരുന്ന അടുക്കളത്തോട്ടങ്ങൾ പോലെയുള്ള മാതൃകകൾ അതിനുദാഹരണമാണ്. പച്ചക്കറികൾക്കും തേങ്ങയ്ക്കും പാലിനുമായി മാർക്കറ്റുകളെ ആശ്രയിക്കുന്നത് അന്ന് വളരെ കുറവായിരുന്നു. വീട്ടമ്മമാർ സ്വന്തം പറമ്പിൽ അധ്വാനിച്ചുണ്ടാക്കുന്ന വിഭവങ്ങൾ കുടുംബത്തിന്റെ പ്രതിമാസ ബജറ്റിൽ വലിയൊരു തുക ലാഭിക്കാൻ സഹായിച്ചു. ഇന്ന് നമ്മൾ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് പണം നൽകി വാങ്ങുന്ന പല സാധനങ്ങളും അന്ന് വീട്ടുമുറ്റത്തു നിന്ന് സൗജന്യമായി ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ പാചകത്തിന്റെ കാര്യമെടുത്താൽ അന്നത്തെ കാലത്ത് ഹോട്ടൽ ഭക്ഷണം എന്നത് മാസത്തിലൊരിക്കലോ വിശേഷ ദിവസങ്ങളിലോ മാത്രം സംഭവിക്കുന്ന ഒന്നായിരുന്നു. രാവിലത്തെ പലഹാരം മുതൽ രാത്രിയിലെ കഞ്ഞി വരെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതിലൂടെ ഭക്ഷണത്തിനായി പുറത്തേക്ക് ഒഴുകുന്ന പണം വലിയ തോതിൽ നിയന്ത്രിക്കപ്പെട്ടു. ഇന്ന് നമ്മൾ ഓൺലൈൻ ആപ്പുകൾ വഴിയും റെസ്റ്റോറന്റുകൾ വഴിയും ചെലവാക്കുന്ന ഭീമമായ തുക അന്ന് വീട്ടമ്മമാരുടെ അധ്വാനത്തിലൂടെ കുടുംബത്തിന്റെ സമ്പാദ്യമായി മാറി. അതായത് അന്ന് വീട്ടമ്മമാർ നൽകിയിരുന്ന സൗജന്യ സേവനങ്ങൾ കുടുംബത്തിന്റെ സാമ്പത്തിക അടിത്തറയെ താങ്ങി നിർത്തുന്ന ഒരു ഇൻവിസിബിൾ ഇൻകം ആയിരുന്നു. ഇപ്പൊ വരവിനനുസരിച്ചല്ല ചെലവ് എന്നത് മാത്രമല്ല, വരവ് കൂടിയപ്പോൾ ചെലവ് വല്ലാണ്ടങ്ങ് കൂടി എന്നതും ഇതിലെ മറ്റൊരു പ്രശ്നമാണ്. നമ്മുടെ നാട്ടിലെ എല്ലാ വീടുകളിലും 2 പേർക്ക് ശമ്പളം കിട്ടാൻ തുടങ്ങിയതോടെ ചെലവും കൂടാൻ തുടങ്ങി. ഒപ്പം 2 പേർക്കും ശമ്പളം കിട്ടാൻ തുടങ്ങിയതോടെ വിപണിയിൽ പല സാധനങ്ങളുടെ വിലയും അതിനനുസരിച്ച് കൂടി. പണ്ട് ഒരാളുടെ ശമ്പളം കൊണ്ട് വാങ്ങാമായിരുന്ന ഒരു സ്ഥലം വാങ്ങാൻ ഇന്ന് എല്ലാ കുടുംബങ്ങളുടെയും കയ്യിൽ 2 ശമ്പളം ഉള്ളതുകൊണ്ട് ആളുകൾ വലിയ തുകയ്ക്ക് അത് വാങ്ങാൻ തയ്യാറാകുന്നു. അതായത് എല്ലാ കുടുംബങ്ങളുടെയും വരുമാനം ഒരുപോലെ ഉയർന്നപ്പോൾ വിപണിയിലെ വിലയും ആ നിലവാരത്തിലേക്ക് ഉയർന്നു. ഇന്റർനെറ്റിലെ പണപ്പെരുപ്പം നോക്കുന്ന പല സൈറ്റുകളും നോക്കിയാൽ 1990കളിലെ 100 രൂപയ്ക്ക് ഇന്നത്തെ ഏകദേശം 1700 രൂപയുടെ മൂല്യമാണ് ശരാശരിയായി ഉള്ളത് എന്ന് കാണാം. എന്നാൽ 2 പേർക്കും ജോലിയുള്ളത് കാരണം നാട്ടിലെ ഭൂരിപക്ഷം വീടുകളിലും വരുമാനം കൂടിയപ്പോൾ ആനുപാതികമായി ഉണ്ടാകേണ്ട പണപ്പെരുപ്പത്തേക്കാൾ ഉയർന്ന വില പല സാധനങ്ങൾക്കും വന്നു. 1990ൽ ഒരു 100 രൂപ വാടക ഉണ്ടായിരുന്ന ഒരു വീടിന് 1700 രൂപയാണ് 2026 വാടക ഉണ്ടാകേണ്ടത്. എന്നാൽ ഇപ്പോൾ അതിന് ഏകദേശം 4000 രൂപയാണ് വാടക കൊടുക്കേണ്ടി വരുന്നത്. സോ 2 പേർ ജോലി ചെയ്താലും പണ്ടത്തെ അതേ സൗകര്യങ്ങൾ വാങ്ങാൻ പോലും സാഹചര്യങ്ങൾ സമ്മതിക്കുന്നില്ല. പണ്ട് ഒരാൾക്ക് ജോലി ഉണ്ടായിരുന്നപ്പോൾ ആ വരുമാനത്തിനനുസരിച്ചുള്ള വീടുകളും സ്ഥലങ്ങളും വിപണിയിൽ ഉണ്ടായിരുന്നു. ഇന്ന് 2 വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വീട് വാങ്ങാൻ പറ്റൂ എന്ന അവസ്ഥ വിപണി തന്നെ ഉണ്ടാക്കിയെടുത്തു. കൂടാതെ ലോണുകളുടെ കാര്യവും ഗൗരവകരമാണ്. 2 വരുമാനമുള്ളപ്പോൾ നമ്മൾ ആ വലിയ വരുമാനത്തെ മുന്നിൽ കണ്ട് ലോണുകളും EMI ഓപ്ഷനുകളും ക്രെഡിറ്റ് കാർഡുകളും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. പണ്ട് ഒരാളുടെ വരുമാനമുള്ളപ്പോൾ തിരിച്ചടയ്ക്കാൻ പറ്റുന്ന ചെറിയ ലോണുകളെ ആളുകൾ എടുത്തിരുന്നുള്ളൂ. ഇന്ന് ബാങ്കുകൾ ഭാര്യയുടെയും ഭർത്താവിന്റെയും ശമ്പളം നോക്കി വലിയ തുക ലോൺ നൽകുന്നു. അതുകൊണ്ട് നമ്മൾ വലിയ വീടുകളും വണ്ടികളും വാങ്ങുകയും ശമ്പളത്തിന്റെ പകുതിയിലധികം EMI ആയി നൽകുകയും ചെയ്യുന്നു. വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനുമുള്ള ചെലവുകൾ ഇരട്ടിയായതും മറ്റൊരു കാരണമാണ്. പണ്ട് എല്ലാവരും സാധാരണ സ്കൂളുകളിൽ പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് 2 വരുമാനമുള്ള മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ ഏറ്റവും ഉയർന്ന ഫീസുള്ള സ്കൂളുകളിൽ വിടാൻ മത്സരിക്കുന്നു. എല്ലാവരുടെയും വരുമാനം കൂടിയതോടെ ഇത്തരം സ്ഥാപനങ്ങളും അവരുടെ നിരക്കുകൾ കൂട്ടി. ചുരുക്കത്തിൽ പണം കൂടുതൽ വരുന്നുണ്ടെങ്കിലും അത് നമ്മുടെ കയ്യിൽ നിൽക്കാതെ ബാങ്കുകളിലേക്കും സ്കൂളുകളിലേക്കും മറ്റ് സൗകര്യങ്ങളിലേക്കും ഒഴുകിപ്പോകുകയാണ്. ഇതൊക്കെ കാരണം കൂടുതൽ അധ്വാനിച്ചിട്ടും പഴയ തലമുറയേക്കാൾ സാമ്പത്തിക സമ്മർദ്ദത്തിലാണ് ഇന്നത്തെ പല കുടുംബങ്ങളും. പക്ഷേ ഇതിന്റെയൊക്കെ അർത്ഥം 2 ഇൻകം എന്നത് ഒരു ട്രാപ്പ് ആണ് എന്നാണോ? ആദ്യം പഴയ കാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് യാഥാർത്ഥ്യ ബോധത്തോടെ ആയിരിക്കണം എന്നത് ഇമ്പോർട്ടന്റ് ആണ്. പഴയ കാലത്തിലെ എല്ലാത്തിനെയും ഒന്ന് റൊമാൻറ്റിസൈസ് ചെയ്ത് അന്നത്തെ കാലം എന്ത് സുഖമായിരുന്നു എന്ന് നൊസ്റ്റാൾജി അടിക്കാൻ രസമാണ്. അന്നത്തെ ജീവിതം നമ്മൾ ശരിക്കും ഇന്ന് കരുതുന്നത് പോലെ അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല. പകരം നൊസ്റ്റാൾജിയ കൂടിയ നമ്മൾ തെറ്റായി ഓർമ്മിക്കുന്നത് കൊണ്ടുള്ള കുഴപ്പമാണ് ഈ തെറ്റിദ്ധാരണകൾക്ക്. പിന്നെ അന്ന് കുടുംബക്കാരനവരുടെ പിശുക്കിലും ചെലവ് ചുരുക്കലിലും എതിർവാക്കില്ലാതെ ജീവിക്കലായിരുന്നു വിധി. ചോയ്സസ് വളരെ കുറവായിരുന്നു. സ്ത്രീകളുടെ സാക്രിഫൈസും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇല്ലായ്മയുമായിരുന്നു പലപ്പോഴും ഈ സോ കോൾഡ് കംഫർട്ടിന് പിന്നിലെ യാഥാർത്ഥ്യം. ഇന്ന് കുട്ടികളുടെ ഹെൽത്ത്, എഡ്യൂക്കേഷൻ ഇതിനൊക്കെ പേരൻസ് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് അന്നത്തെ മിഡിൽ ക്ലാസ് കുടുംബങ്ങൾക്ക് നൽകാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഇതിനോടൊപ്പം കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ സാമ്പത്തിക രംഗം എങ്ങനെയെല്ലാം മാറുന്നു എന്നത് അറിഞ്ഞിരിക്കുക എന്നതും ഇമ്പോർട്ടന്റ് ആണ്. സത്യത്തിൽ ഇന്ന് സമൂഹത്തിലെ ഭൂരിഭാഗം വീടുകളിലും 2 പേർ ജോലി ചെയ്യുമ്പോൾ ബോധപൂർവ്വം ഒരാൾ മാത്രം ജോലിക്ക് പോയാൽ മതി എന്ന് തീരുമാനിക്കുന്ന ഒരു ഇടത്തരം കുടുംബത്തെ സങ്കല്പിച്ചു നോക്കും. അത്തരം ഒരു കുടുംബം ഇന്ന് മറ്റുള്ളവരെക്കാൾ ഭീകരമായ സാമ്പത്തിക പ്രതിസന്ധിയും ചൂഷണവുമായിരിക്കും നേരിടേണ്ടി വരിക. കാരണം 2 വരുമാനത്തെ അടിസ്ഥാനമാക്കി വിപണിയിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില നിശ്ചയിക്കപ്പെടുമ്പോൾ ഒരാളുടെ മാത്രം ശരാശരി വരുമാനം കൊണ്ട് ജീവിക്കുന്നവർ സ്വാഭാവികമായും സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളപ്പെടുകയും കൂടുതൽ ദരിദ്രരായി മാറുകയും ചെയ്യും. അതോടൊപ്പം തന്നെ മാറിയിട്ടുള്ള നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയും നമ്മൾ പരിഗണിക്കണം. ഇന്ന് നമുക്ക് ലഭ്യമാകുന്ന മികച്ച വിദ്യാഭ്യാസം, വിപുലമായ ആരോഗ്യ സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഉയർന്ന ജീവിത നിലവാരത്തിന്റെ തെളിവുകളാണ്. ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ വാങ്ങാനും ദൂരയാത്രകൾ പോകാനും സിനിമകൾ കാണാനും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിതത്തിന് അർത്ഥം കണ്ടെത്താനും സാധിക്കുന്ന ഈ കാലഘട്ടം നമ്മെ കൂടുതൽ സന്തോഷവാന്മാരും സ്വതന്ത്രരുമാക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഈ പുതിയ കാലത്ത് നിലനിൽക്കണമെങ്കിൽ നാം പുതിയ സാമ്പത്തിക ക്രമങ്ങളെ ആശ്രയിക്കേണ്ടി വരും എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതിന്റെ ഭാഗം തന്നെയാണ് ഒരു വീട്ടിലെ 2 തൊഴിൽ എന്നത്. എന്നാൽ 2 തൊഴിൽ ലഭിക്കുമ്പോഴും നമ്മളെ സാമ്പത്തികമായി ഞെരിക്കുന്ന മുതലാളിത്തത്തിന്റെ ഒരു ഉൽപ്പന്നമായി മാറിയിട്ടുള്ള 2 ഇൻകം ട്രാപ്പിൽ പെട്ടുപോകാതിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. വരുമാനം കൂടുമ്പോൾ അതിനൊപ്പം തന്നെ ചെലവുകൾ വർദ്ധിപ്പിച്ച് കടക്കെണിയിലേക്ക് വീഴാതെ നമ്മുടെ വരുമാനത്തെയും ജീവിത ശൈലിയെയും കൃത്യമായി പ്ലാൻ ചെയ്യാൻ നമുക്ക് കഴിയണം. ഈ പുതിയ കാലത്തിന്റെ എല്ലാ ഗുണങ്ങളും ആസ്വദിക്കുമ്പോൾ തന്നെ അതിന്റെ പിന്നിലെ സാമ്പത്തിക ചതിക്കുഴികളെ തിരിച്ചറിയുക എന്നതാണ് പ്രധാനം. കൂടുതൽ പണം ഉണ്ടാക്കുന്നത്
കൂടുതൽ വലിയ കടങ്ങൾ വാങ്ങിക്കൂട്ടാനല്ല, മറിച്ച് യഥാർത്ഥ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പിക്കാനായിരിക്കണം. അങ്ങനെയാകുമ്പോൾ മാത്രമേ രണ്ട് വരുമാനം എന്നത് നമുക്ക് ഭാരമാകാതെ ഒരു കരുത്തായി മാറുകയും ഈ ആധുനിക ജീവിതം അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ആസ്വദിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുകയുള്ളൂ. കൂടുതൽ ജോലി ചെയ്യുമ്പോഴും ആ അധ്വാനത്തിന്റെ റിസൾട്ട് നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കുന്ന ഒരു സാമ്പത്തിക അച്ചടക്കം നാം ശീലിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. പിന്നെ വീഡിയോയിൽ മുമ്പ് മെൻഷൻ ചെയ്ത ഹെൽത്ത് ആൻഡ് ടേം ഇൻഷുറൻസുകളെ പറ്റി ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ സമ്പാദിക്കുന്നതിനോടൊപ്പം നമ്മുടെ സമ്പത്ത് സംരക്ഷിക്കാനും കുടുംബത്തെ നമ്മൾ ഇല്ലെങ്കിലും സാമ്പത്തികമായി സുരക്ഷിതമാക്കാനും നിർബന്ധമായും ഹെൽത്ത് ആൻഡ് ടേം ഇൻഷുറൻസുകൾ എടുത്തിരിക്കണം. ഇതൊരിക്കലും പിന്നത്തേക്ക് മാറ്റിവെക്കേണ്ട ഒന്നല്ല, നിങ്ങളുടെ ഫാമിലിയുടെ സാമ്പത്തിക സുരക്ഷയെ ബാധിക്കുന്ന ഒരു കാര്യമാണിത്. ടേം ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസുകൾ എടുക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.